ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ, ഇതിലൊരു സീക്രട്ട് ചേരുവ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഇവിടെ നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടറ്റോ ഇതുപോലെ നടുവിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് വീണ്ടും നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻട്രലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പോൾ ആ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ പൊട്ടറ്റോയുടെ പീസ് വേണ്ടത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത്. ഒരു പൊട്ടറ്റോ 2 പീസായി കട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു പീസ് വീണ്ടും 2 ആയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നല്ല നീളമുള്ള പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയിൽ കിട്ടും. ഇനിയിപ്പോൾ ചെറിയ പൊട്ടറ്റോ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് എന്നാലും എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ നീളത്തിൽ ഇതേപോലെ കട്ടിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പൊട്ടറ്റോ എല്ലാം ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. കാരണം പൊട്ടറ്റോയിൽ സ്റ്റാർച്ച് ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. പിന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു ടവൽ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായി തുടച്ചെടുത്തതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന സീക്രട്ട് ചേരുവ എന്ന് പറയുന്നത് കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ 2 മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ നമ്മളിതുപോലെ പൊട്ടറ്റോ ഫ്രൈ ചെയ്താൽ. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും ഉണ്ടാക്കും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അധിക ചേരുവകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിക്ക് പകരം ശരിക്കും വേണ്ടത് വറ്റൽമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇപ്പം തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യാം കേട്ടോ. കുറച്ച് സമയം വെച്ചിരുന്നാൽ ഈ പൊട്ടറ്റോയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യണം. പെട്ടെന്ന് ഫ്രൈ ആവും പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കുക. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്യാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ കൂടുതൽ ഓയിലൊന്നും വേണ്ട കേട്ടോ. ഇതൊട്ടും ഓയിലൊന്നും കുടിക്കുന്നില്ല. എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ്. മോളൂനും ഋഷുവിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ കെച്ചപ്പിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ കുട്ടീസിന് ഇത് ഉണ്ടാക്കി കൊടുത്ത് അവർ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും. അത്രക്കും ടേസ്റ്റി റെസിപ്പിയാണ്. പിന്നെ എനിക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പൊട്ടറ്റോയും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകളാണല്ലോ. അപ്പോൾ വൈകിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലേറ്റൊക്കെ കാലിയാക്കി തരും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.